കേരളത്തിലെ 1.5 ലക്ഷത്തിലധികം വരുന്ന കീം ആസ്പിറൻസും അവരുടെ രക്ഷകർത്താക്കളും തീർച്ചയായിട്ടും കേട്ടിരിക്കാനാണ്, ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞും ബിഫാം എന്നും പറഞ്ഞും വലിയ സ്വപ്നങ്ങളും കനവുകളും കണ്ട് കഴിയുന്ന വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളുടെയും മുഖത്ത് തന്നെ നേരിട്ട് അടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ കീമിലൂടെ എഞ്ചിനീയറിംഗ് സീറ്റ് നേടാൻ ആഗ്രഹിച്ചിരിക്കുന്ന, കൊതിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഈ രണ്ട് ചേഞ്ചുകൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഭാവിയെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കീം പരീക്ഷയും റാങ്ക് ലിസ്റ്റിനെയും ബാധിക്കാൻ പോകുന്നത് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇതിനെതിരെ ശബ്ദമുയർത്തണോ വേണ്ടയോ എന്ന്. കാരണം കീം 2025 നടന്ന സംഭവ വികാസങ്ങളും കോടതി വിധിയും അതിനെ റദ്ദാക്കിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പലർക്കും രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. ചിലർക്ക് സീറ്റുകളും അതുപോലെ തന്നെ റാങ്കുകളും കൂടിയപ്പോൾ മറ്റ് പലർക്കും ആദ്യം വന്ന റാങ്കിനേക്കാൾ വളരെ പിന്നിലോട്ട് പോയ ഒരു സാഹചര്യവും ആ വിദ്യാർത്ഥികളുടെ കണ്ണുനീരും ഒക്കെ ഡയറക്റ്റ് കണ്ടതാണ്. ഇത്തവണ നോക്കൂ, ഇത്തവണ രണ്ട് പ്രധാനപ്പെട്ട ചേഞ്ചുകളാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നടത്തിപ്പുകാർ, നമ്മുടെ CE അതോറിറ്റി പല എൻട്രൻസ് എക്സാമുകളും ഇവിടെ നടക്കുന്നുണ്ട്. പല എൻട്രൻസ് എക്സാമുകളും വളരെ മനോഹരമായിട്ട് നടത്തുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് കീമിനോടുള്ള കുട്ടികളുടെ ഈ ഒരു ആവേശവും കേരളം വിട്ട് പുറത്തു പോയി പഠിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയറും ഇവിടെ ക്രിയേറ്റ് ആവുന്നത് എന്ന് വെച്ചാൽ ഇവിടെ മതിയായിട്ടുള്ള സാഹചര്യങ്ങളോ വിദ്യാർത്ഥികൾക്ക് ഒരു ഈക്വലൈസേഷനോ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം മുതൽ തന്നെ എക്സ്പെർട്സ് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം വിടൂ, കീമിന്റെ മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ബിഫാം ആയിക്കോട്ടെ അഡ്മിഷൻ നടത്തൂ. പക്ഷേ ഇവിടെ ഇപ്പോഴും കീമും +2, അതായത് കീം മാർക്കിന് നിങ്ങൾ എത്ര മേടിക്കുന്നോ അത് 300ലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരിടത്ത് വെക്കുകയും നിങ്ങൾ +2 സ്റ്റേറ്റ് ബോർഡിലെ PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിന് എത്ര മേടിക്കുന്നോ അത് 300ലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കുകയും അത് രണ്ടും കൂടി ആഡ് ചെയ്ത് 600 മാർക്കിനാണ് നിങ്ങളുടെ ഫൈനൽ കീം സ്കോറും അതിനുശേഷം റാങ്ക് ലിസ്റ്റും വരുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ പരീക്ഷ എഴുതുന്ന 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ ഏകദേശം 25,000-ലധികം സ്റ്റുഡൻസ് CBSEയും ബാക്കി വരുന്നത് സ്റ്റേറ്റും ആണ് 2025 കണക്കനുസരിച്ച്. അപ്പോൾ അവർ രണ്ടുപേരും എഴുതുന്ന +2 പരീക്ഷകൾ എന്ന് പറയുന്ന ഡിഫറെന്റ് ലെവലിലുള്ള എക്സാം ആണ്, ഡിഫറെന്റ് മാർക്കിംഗ് സ്കീമുള്ള എക്സാം ആണ്. ഒന്ന് പെർസെൻറ്റേജ് ലെവലാണ്, ഒന്ന് A+ അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീമാണ്. അതുപോലെ തന്നെ രണ്ടിന്റെയും ടഫ്നെസ് ലെവലും ഡിഫറെന്റ് ആണ്. ഒരു പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ എടുക്കാം, ഒരു പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ എടുക്കാൻ പോലും പറ്റില്ല ഈ രീതിയിൽ. ഇനി കഴിഞ്ഞ വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ +2 ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉൾപ്പെടെയുള്ള സബ്ജക്ട്സ് അങ്ങേയറ്റം ടഫാക്കി വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് കാണാം. ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളോട് പറയുകയാണ്, ഈ രണ്ട് വിഭാഗക്കാരുടെയും +2 മാർക്ക് ഞങ്ങൾ എടുക്കുന്നത് പുതിയൊരു ഫോർമുല അനുസരിച്ചാണ്. ആ ഫോർമുല എന്താണ് എന്ന് കൂടി രക്ഷകർത്താക്കളോ വിദ്യാർത്ഥികളോ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗൗരവകരമായ വശം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അതിലൊന്നാമത്തേത് അവർ ആ റേഷ്യോ മാറ്റി എന്നുള്ളതാണ്. PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് 1:1:1 എന്ന് പറയുന്ന ഒരു ജനറൽ ഫോർമുല ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് 5:3:2 ആക്കിയിരിക്കുകയാണ്. അതായത് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന്, മാത്സ് വീക്ക് ആയിട്ടുള്ള ഒരു ആവറേജ് സ്റ്റുഡന്റിന് കീം പോലൊരു പരീക്ഷയ്ക്ക് വളരെ അസാധ്യമായിട്ടുള്ള ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു റാങ്കിലേക്ക് മാറും എന്നുള്ളതാണ്. നിങ്ങൾ മാത്സിന് എത്ര മേടിക്കുന്നു അതിന് 5 വെയിറ്റേജ് കൊടുക്കുകയും ഫിസിക്സും കെമിസ്ട്രിക്കും 3ഉം 2ഉം മാത്രം വെയിറ്റേജ് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ മാത്സിലെ ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസിന് വളരെയധികം ചാൻസ് കൂടുകയാണ്. അത് ഈ ഒരു അവസാന നിമിഷം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് +1 പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ +2 പരീക്ഷയ്ക്ക് തന്നെ ഇതുവരെ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം മാത്സിൽ അത്രയധികം അപ്പർ ഹാൻഡ് ഉണ്ടാവില്ല. ഇനി ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നീറ്റ് പോലുള്ള സബ്ജക്ട്സ് കൂടി പഠിക്കുന്നവർക്കാണ് എങ്കിൽ എന്താണ്, മാത്സ് ഒരു സെക്കൻഡറി സബ്ജക്ട് മാത്രമാണ്. അപ്പോൾ അവർക്ക് എഞ്ചിനീയറിംഗ് വാതിൽ വളരെ വലിയൊരു രീതിയിൽ അടയുന്ന സാഹചര്യമുണ്ട്. അതാണ് റേഷ്യോയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ CBSEയുടെയും സ്റ്റേറ്റിന്റെയും മാർക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് TN മോഡൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന അതേ രീതിയിലാണ്. അതായത് ഏതൊരു പരീക്ഷയും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ബിലോ ആവറേജ് സ്റ്റുഡന്റിന് ഇത്ര മാർക്കിന് എന്തായാലും മാർക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഒരു ആവറേജ് സ്റ്റുഡന്റിന് ആ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഒരു എബോ ആവറേജ് സ്റ്റുഡന്റിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു പരീക്ഷ തരുമ്പോൾ അത് എല്ലാ വിധത്തിലുള്ള കുട്ടികൾക്കും ഒരു മിനിമം മാർക്ക് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് അത് തരുന്നത്. അതാണ് സിസ്റ്റം, അതാണ് എല്ലാ എക്സ്പെർട്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോ ബോർഡിലും എന്താണ് നമുക്ക് 100% ഉറപ്പാണ്. കഴിഞ്ഞ വർഷത്തേക്ക് റിസൾട്ട് നോക്കിയാൽ അറിയാം. സ്റ്റേറ്റ് ബോർഡിലാണെങ്കിൽ 1200 PCMനാണെങ്കിൽ 360 360 +2 മേടിക്കുന്ന ഒരു കുട്ടിയല്ല, ഒന്നിലധികം കുട്ടിയെങ്കിലും ഉണ്ടാകും. അതാണ് ടോപ്പർ, അതാണ് ആ ബോർഡിലെ സ്റ്റേറ്റ് ബോർഡിലെ ടോപ്പർ. അതേ അവസ്ഥ തന്നെയാണ് CBSEക്കും. CBSE ഒരു ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ട് തന്നെ 100% ഈ പഠിക്കുന്ന 100% മേടിക്കുന്ന കുട്ടികൾ ഉണ്ടാകും അല്ലെ? അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി, അതായത് ഓരോ ബോർഡിലെയും ടോപ്പറിന്റെ മാർക്കിനെ
റെഫറൻസ് മാർക്കായി ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് അതിനനുസരിച്ച് കുട്ടികളുടെ മാർക്ക് നോക്കി സമീകരിക്കും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യുമെന്ന് പറയുന്നതിന്റെ അർത്ഥം ദർ ഈസ് നോ സ്റ്റാൻഡേർഡൈസേഷൻ. ബിക്കോസ് രണ്ട് സ്റ്റേറ്റ് ബോർഡിലായാലും അതുപോലെ CBSE ബോർഡിലായാലും ഫുള്ള് മേടിക്കുന്ന 100% മേടിക്കുന്ന ഒരു കുട്ടി ഉണ്ട് എങ്കിൽ അതാണ് ബെഞ്ച് മാർക്ക്, അതായത് ഫുൾ ഔട്ട് ഓഫ് ഫുൾ. ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട്, അതായത് യുണീക്ക് ആയിട്ടുള്ള ആ കുട്ടികളുടെ ഒരു ബെഞ്ച് മാർക്ക് റെഫറൻസ് എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ബിലോ ആവറേജുമായിട്ടുള്ള സ്റ്റുഡൻസിന്റെ മാർക്കിനെ സമീകരിക്കുമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? കുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള ഇക്വാലിറ്റിയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ മോഡലിലും മേടിക്കുന്ന മാർക്ക് ഡയറക്റ്റ് ആയിട്ട് വിത്തൗട്ട് സ്റ്റാൻഡേർഡൈസേഷൻ എന്നൊരു ലെവലിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മാത്സിന്റെ വെയിറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ തന്നെ ടൈം ടേബിൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞതാണ്, കൃത്യമായിട്ടുള്ള ഒരു സമയം കൊടുത്തിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ +2 പരീക്ഷ കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഏപ്രിൽ 13 നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് കീം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ഒരു 2 ആഴ്ചയുടെ ആ ഒരു ഗ്യാപ്പ് പോലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ക്രാഷ് കോഴ്സ് മാത്രം പഠിക്കാൻ നോക്കി നിൽക്കുന്ന പലർക്കും അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി പുനർചിന്തനം അല്ലെങ്കിൽ അതിന്റെ ഒരു മാറ്റം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു പുനർ തീരുമാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ ഗൗരവകരമായിട്ടുള്ള വശം അല്ലെങ്കിൽ ഇതിന്റെ റിയൽ ഇമ്പാക്ട് എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ പല എഞ്ചിനീയറിംഗ് കോളേജുകളും പ്രൈവറ്റ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ കോളേജുകളിൽ പല പുതിയ കോഴ്സുകളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BTech പഠിക്കാൻ വളരെ സ്കിൽഡ് ആയിട്ട് ആഗ്രഹിച്ച പല സ്റ്റുഡൻസിനും ഈ പറയുന്ന ഈ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കേരളത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കോയമ്പത്തൂരും ബാംഗ്ലൂരും പോയി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ലക്ഷങ്ങൾ കെട്ടിവെച്ച് പഠിക്കേണ്ടതായ അവസ്ഥ വരുന്നു. പലർക്കും ഇവിടുത്തെ ഗവൺമെന്റ് സീറ്റിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ +2 മാർക്കിന് ഫുൾ A+ മേടിച്ച കുട്ടിക്ക് പോലും, കീമിൽ നല്ലൊരു സ്കോർ മേടിച്ച കുട്ടിക്ക് പോലും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഫോർമുലയും അതുപോലെ ഇക്വലൈസേഷനും സ്റ്റാൻഡേർഡൈസേഷനും കാരണം അർഹിച്ച സീറ്റ് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ അഡ്മിഷനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള വിശ്വാസവും, അത് കുട്ടിക്ക് മാത്രമല്ല രക്ഷകർത്താവിനുൾപ്പെടെയുള്ള വിശ്വാസവും കുറയുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അർഹതായവർ പഠിക്കാതെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്വാളിറ്റി എഞ്ചിനീയേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു പാസ് പെർസെൻറ്റേജ് കുറയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കണം, KTUവിൽ ഇപ്പോഴും 50% താഴെ മാത്രമാണ് പാസ് പെർസെൻറ്റേജ്. സപ്ലി ഇല്ലാതെ 4 വർഷവും പഠിച്ചിറങ്ങുന്നവരുടെ വിജയ ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന ഒരുപാട് KTU സ്റ്റുഡൻസ് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞ വർഷം ഇതേ അവസരത്തിൽ പല അപ്ഡേറ്റുകളും പല ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് ഞങ്ങൾ നിന്നിട്ടുണ്ട്. സോ ഇനിയും നിങ്ങളുടെ മുന്നിലും കീം 2026 ആസ്പിറൻസിന്റെ മുന്നിലും അത് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഓരോ അപ്ഡേറ്റ്സും ഇനി അങ്ങോട്ട് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും അത് കഴിഞ്ഞ് വരുന്ന റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായ അപ്ഡേറ്റ്സ് വഴി വീഡിയോസ് വഴി ഞങ്ങൾ എത്തിക്കും എന്നുള്ളത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഈ പറയുന്ന കാര്യത്തിന്റെ ഗൗരവകരം മനസ്സിലാക്കി മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂടി നോക്കാം. സോ തൽക്കാലം നിർത്തുന്നു. ബൈ.